Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മിസ്സേ. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയർ. Ma'am, prayer. Dear God, thank you for this new day. Help us to learn with open minds and kind heart. Bless our teachers, friends, and families. Guide us to do our best and treat others with respect. Amen. Then thought of the day. Sign in ആരാണ്? സൈൻ ഇൻ. സൈൻ ഇൻ ഞാനാണ് മാം. Good afternoon, dear Ashwini and my dear friend. I hope you are all doing well today. My name is Deepamol. I have signed in for today's class with the usual enthusiasm, and your sessions are always inspiring and meaningful. Unfortunately, due to some unavoidable personal reasons, I want to be able to stay for the entire class today. I truly regret missing your valuable teaching. Kindly excuse my absence. Hoping to be present at attentive in the next class. Thank you all. Thank you, ma'am. Okay, thank you. Then thought of the day. Good afternoon, everyone. The quote, the only limit to our realization of tomorrow, doubts of today, suggests that self-doubt can be the biggest barrier to achieving goals. By challenging these doubts and believing in one's capabilities, it is possible to overcome challenges and work towards a brighter future. നാളെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവിനുള്ള ഏക പരിമിതി ഇന്നത്തെ നമ്മുടെ സംശയങ്ങളായിരിക്കും എന്ന ഉദ്ധരണി സൂചിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ആത്മവിശ്വാസമില്ലായ്മയാണെന്നാണ്. ഈ സംശയങ്ങളെല്ലാം വെല്ലുവിളിക്കുകയും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ വെല്ലുവിളികളെ അതിജീവിക്കാനും ശോഭനമായ ഭാവിക്കായി പ്രവർത്തിക്കാനും സാധിക്കും. താങ്ക് യു. ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് ഞാൻ ഓഫ് ആക്കുവാണേ ക്യാമറ ഓഡിയോ. ഓക്കെ, ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാട്ടോ. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞാൻ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി കേറിയതായിരുന്നു. എനിക്ക് മോന്റെ സ്കൂളിൽ നിന്ന് എനിക്ക് കോള് വന്നു. 2 മണിക്ക് സ്കൂളിൽ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല ഓഫീസിൽ നിന്ന്. അപ്പൊ 2 മണിക്ക് അവിടെ ചെല്ലേണ്ടത്. ഞാൻ സൈൻ ഇൻ ഞാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ആക്ഷൻ സോങ് ഒരെണ്ണം പാടാം. സുബിത,
ചെയ്തോളൂ കേട്ടോ. Up and down and shake, shake, shake. Up and down and shake, shake, shake. Shake to the left and shake to the right. Turn around and shake, shake, shake. Up and down and jump, jump, jump. Jump to the left and jump to the right. Turn around, jump, jump, jump. Up and down and clap, clap, clap. Clap to the left and clap to the right. Turn around, clap, clap, clap. That's all. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? നന്നായിരുന്നു കേട്ടോ. Thank you, Miss. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഡൊമിനൻസ് ആണ് അല്ലെ? ഡൊമിനൻസ് ആണ് പറഞ്ഞ ആധിപത്യം അല്ലെ? എന്താ ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച്? എന്താ പറഞ്ഞത്? ഓർമ്മയില്ലേ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അച്ചീവ്മെന്റ് പറഞ്ഞു, ഡൊമിനൻസ് പറഞ്ഞല്ലേ? Yes, ma'am. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം. മറ്റേ ഹെൻറി മറയുടെ സിദ്ധാന്തവും പിന്നെ മറ്റേ ആവശ്യങ്ങൾ ഡ്രൈവ് എന്ന സങ്കല്പവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. പിന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയുമ്പം മറ്റേ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആണ്. പിന്നെ ഡെഫിനിഷൻ ഓഫ് നീഡ് മറയുടെ സിദ്ധാന്തം. സോറി മാം. കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ ആവശ്യത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പോ ഡൊമിനൻസ് നിങ്ങൾക്ക് ഈ പാർട്ട് 2 പാർട്ട് 1 ഏതൊക്കെ ചാപ്റ്റർ ആണ് എടുത്തത് പറയാവോ? ഇപ്പൊ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്തൊക്കെ ഫിനിഷ് ആയെന്നൊന്ന് പറയാവോ? പാർട്ട് 1 ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. പാർട്ട് 1 3 ചാപ്റ്ററും അപർണ മാം ആണ്. പിന്നെ വന്നിട്ട് എടുക്കാത്ത ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും, പിന്നെ 6ാമത്തെ ചാപ്റ്റർ സൈക്കോളജി, പിന്നെ 7ാമത്തെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ ലാസ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ചാപ്റ്റർ എടുക്കാനുണ്ട് അല്ലേ? പാർട്ട് 2 അല്ലേ പറയുന്നേ? പാർട്ട് 2 യൂണിറ്റ് 4, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 10 എടുക്കാനുണ്ട് അല്ലേ? ഫിനിഷ് ആയത് ഫസ്റ്റത്തെ 3 ചാപ്റ്ററും അപർണ മാം ഫുൾ ഫിനിഷ് ആക്കി. പിന്നെ 5ാമത്തേത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വതി മാം ഫിനിഷ് ആക്കി. പിന്നെ 8 നീഡ്സ് അശ്വതി മാം നീഡ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. 9ാമത്തെ ചാപ്റ്റർ അശ്വതി മാം ഫിനിഷ് ആക്കി, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ ആയോ മാം? ഒന്നുകൂടി പറയണോ? ഒരു സെക്കൻഡ്, ഞാൻ ഒരു പെൻ എടുക്കട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാം.
ശാലിനി പറഞ്ഞോളൂ കേട്ടോ. പാർട്ട് 1 ഫുൾ കംപ്ലീറ്റഡ് ആണ് അല്ലേ? ആ പാർട്ട് 1 ഫുള്ളായി. പിന്നെ പാർട്ട് 2 യൂണിറ്റ് 1, യൂണിറ്റ് 2, 3 വന്നിട്ട് അപർണ മാം എടുത്ത് ഫിനിഷ് ആക്കി. പിന്നെ 4-മത്തത് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. 5-മത്തത് അശ്വതി മാം ഫിനിഷ് ആക്കി. 6-മത്തത് പഠിപ്പിച്ചിട്ടില്ല. 7-മത്തതും പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. 8-മത്തത് അശ്വതി മാം ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 9-മത്തത് ഡിഫൻസ് മെക്കാനിസം കഴിഞ്ഞു. 10-മത്തത് ഇനി പഠിപ്പിക്കണം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ആധിപത്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിലും എന്താണ്, ഒരു കുട്ടിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, അല്ലെ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തന്റെ സറൗണ്ടിങ്സിൽ പവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം ഉണ്ടാവും, അല്ലെ? അത് എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ അത്? ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ലീഡർ ആയിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതും മനുഷ്യന്റെ ആവശ്യങ്ങളിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, ഇപ്പൊ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, തന്റെ ചുറ്റുപാടിൽ അധികാരം പുലർത്താൻ, താൻ നേതൃത്വം കൊടുക്കാനായിട്ട്, അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു സൂപ്പർവിഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ദാറ്റ് ഈസ് ഡൊമിനൻസ്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുടെ കേസിൽ പറയുവാണെങ്കിൽ, ഒരു കുഞ്ഞിന്റെ ഇതിൽ പറയുവാണെങ്കിൽ, ഇപ്പോ ക്ലാസ്സിൽ ക്യാപ്റ്റൻ ആയിട്ടിരിക്കാനുള്ള ആഗ്രഹം, അല്ലെ? ക്ലാസ് ലീഡർ ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? പേടിയുണ്ടെങ്കിൽ പോലും ആഗ്രഹിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ആരും ആഗ്രഹിച്ചിട്ടില്ല? ഉണ്ട്, അല്ലെ? ടീച്ചർ എന്നെ ഒന്ന് ക്ലാസ് ലീഡർ ആക്കിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ആക്കിയിരുന്നെങ്കിലോ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്, അല്ലെ? ക്ലാസ് ലീഡറിന്റെ ഇതൊക്കെ, അതായത് ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഈ ഡൊമിനൻസ് എന്ന് പറയുന്ന നീഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ക്ലാസ് ലീഡർ ആയിട്ടിരിക്കാനുള്ള അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയിട്ടിരിക്കാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ഒരു ടീമിനെ നയിക്കുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കണം എന്നുള്ള ആഗ്രഹം, പിന്നെ അതുപോലെ തന്നെ തന്റെ അഭിപ്രായങ്ങൾ, അതായത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ലീഡർ എന്ന നിലയ്ക്ക് തന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം, താൻ പറയുന്ന കാര്യങ്ങൾ അവർ എഗ്രി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഈ ഒരു ഡൊമിനൻസ് എന്ന് പറയുന്ന നീഡില് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒന്നാണ് അഫിലിയേഷൻ എന്ന് പറയും കേട്ടോ. ഞാൻ ഈ പ്രധാനപ്പെട്ട നീഡ് മാത്രമേ പറയുന്നുള്ളൂ, കുറെ അധികം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. അഫിലിയേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അഫിലിയേഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ള സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള ബന്ധം, അംഗീകാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്ന നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക, നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അപ്പൊ അത് ആവശ്യമാണ് മനുഷ്യന്റെ. ഒരാളെങ്കിലും ഫ്രണ്ട് ആയിട്ട് ഉണ്ടാകണമെന്ന് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? ഒരാളെങ്കിലും ഒരു ഫ്രണ്ട് വേണം, അല്ലെ? എല്ലാം നമുക്ക് നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും തുറന്നു പറയാനായിട്ട് നമുക്കൊരു ഫ്രണ്ട് വേണം, അല്ലെ? ആഗ്രഹിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സിനോട് തുറന്നു പറയാനാണോ ഇഷ്ടം? എന്താണ് കൂടുതൽ ഇഷ്ടം? പറയൂ. ഫ്രണ്ട്സിനോടൊക്കെ തുറന്നു പറയാനാണ്, അല്ലെ? അപ്പൊ ജിസ്ന എന്താ പറയുന്നേ? അത് കൊച്ചാ മാം, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ
ഓക്കെ. അല്ല, ജീവിതത്തിൽ ഒരു ഫ്രണ്ട് വേണം മാം. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഫ്രണ്ട് വേണം. ആ അതെ. അപ്പോ അങ്ങനെ ഒരു friend ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ അത്തരത്തിലൊന്നാണ് എന്ത് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള ആഗ്രഹം ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ? കുറച്ച് കൂട്ടുകാര് കളിക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കാനല്ല അല്ലെ, ആ കൂട്ടുകാരുടെ കൂടെ കളിക്കാനാണ്. ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. ചിലപ്പോ നമ്മളോട് വന്ന് ചോദിക്കും, അമ്മ ഞാൻ അവരുടെ കൂടെ കളിക്കാൻ പോയിക്കോട്ടെ. അതെന്താ ആഗ്രഹം അവരുടെ? എന്റെ പേരെന്താ? അഫിലിയേഷൻ ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോ കുട്ടിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള ആഗ്രഹം, പിന്നെ അതുപോലെ തന്നെ പരിചിതരോട്, അതായത് കുട്ടിക്ക് അറിയാവുന്നവരോട് അടുത്ത് ബന്ധം പുലർത്താനുള്ള ആ ഒരു ശ്രമം, അതുപോലെ തന്നെ താൻ ഇഷ്ടപ്പെട്ടവരെ തന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ ഈ ഒരു അഫിലിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അച്ചീവ്മെന്റ് പറഞ്ഞു, അഫിലിയേഷൻ പറഞ്ഞു, ഡോമിനൻസ് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കിയ താഴെ നോക്കി. Abraham Maslow arranged the needs in a hierarchy. He evolved his sound system of need and classified into. എബ്രഹാം മാസ്ലോയുടെ ഒരു ഹൈറാർക്കിയാണ് നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. കൂടാതെ അദ്ദേഹം നീഡിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഡെഫിസിറ്റ് നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. നിങ്ങൾ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചല്ലോ ഇന്നലെ അല്ലെ? വായിച്ചപ്പോ എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? മിനു സുരേഷ് എന്താണ് മനസ്സിലായത് ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോ? ആരും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ മാം. ശാലി പറഞ്ഞോളൂ. അബ്രഹാം മാസ്ലോ പറയുന്നതെന്ന് പറയുമ്പോൾ മറ്റേ ഫസ്റ്റത്തെ നീഡ്സ് എന്ന് പറയുമ്പോൾ വിശപ്പ്, ദാഹം എന്നിവ ഉൾപ്പെടുന്നു. പിന്നെ അതിനുശേഷം സെക്യൂരിറ്റി, സേഫ്, സുരക്ഷ ആവശ്യങ്ങൾ, പിന്നെ സ്നേഹബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഫസ്റ്റത്തെ നീഡ്സ്. പിന്നെ രണ്ടാമത്തെ നീഡ്സ് ആണ് ഗ്രോത്ത് നീഡ്സ്. ഈ ഒരു ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊരു ഒറ്റ ആവശ്യമാണ് അത് പറയുന്നത്. പിന്നെ അടുത്ത ഇതിൽ വരുന്നത് ഇത് ഇത്രയും വായിച്ചപ്പോ അത്രേ വരുന്നുള്ളൂ അബ്രഹാം മാസ്ലോവിന്റെ. അയാള് 2 തരത്തിലെ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണത്? 2 തരത്തിലെ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡെഫിസിറ്റ് നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. ഓക്കെ, ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെഫിസിറ്റ് നീഡ്സ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ഇന്നലെ പഠിച്ചതിലെ സൈക്കോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെ? എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്? ദാഹം, വിശപ്പ്, ദാഹം അല്ലെ? ഉറക്കം, അതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ആവശ്യങ്ങളാണ്. അപ്പോ അതിനെയാണ് ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ദെൻ ഗ്രോത്ത് നീഡ്സ് എന്താണ്? ഗ്രോത്ത് നീഡ്സ് എന്തായിരിക്കും? വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മാനസിക വളർച്ച, അല്ലെങ്കിൽ നമ്മള് നേടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ അച്ചീവ്മെന്റ്, നമ്മള് എന്താ പറയാ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ടാലന്റ്, ഓക്കെ, നമ്മൾ അതിൽ സക്സസ്ഫുൾ ആകുന്നത്, ഇതൊക്കെയാണ് ഗ്രോത്ത് നീഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ വെള്ളം, ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഗ്രോത്ത് നീഡ്സ് എന്ന് പറഞ്ഞാല് നമ്മള് അച്ചീവ്മെന്റിൽ എത്തുക, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രോത്ത് നീഡ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിക്കട്ടോ ഇത്. ഡെഫിസിറ്റ് നീഡ്സ്, ഗ്രോത്ത് നീഡ്സ് കഴിഞ്ഞുള്ള പാരഗ്രാഫ് ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്യൂ. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? റീഡ് ചെയ്യുവല്ലേ? നന്നായിട്ടൊന്ന് വായിക്കൂ, എന്നിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കൂ. വായിച്ചോ? റീഡ് ചെയ്തായിരുന്നോ? റീഡ് ചെയ്യുമ്പോ റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഇവിടെ നോക്കൂ കേട്ടോ. അതായത് അബ്രഹാം മാസ്ലോ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡെഫിസിറ്റ് നീഡ്സ്, മറ്റൊന്ന് ഗ്രോത്ത് നീഡ്സ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. മാസ്ലോയുടെ നീഡ് തിയറി അനുസരിച്ചിട്ട് ആ ഒരു നീഡ് തിയറിയെ 5 ഘട്ടങ്ങളിലായിട്ടാണ് മാസ്ലോ തിരിച്ചിരിക്കുന്നത്. അത് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ശാരീരികപരമായിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്. എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ്? എന്തൊക്കെയാണ് മനുഷ്യന്റെ? എന്തൊക്കെയാ പ്രാഥമികപരമായിട്ടുള്ള ആവശ്യങ്ങൾ? പറയൂ. വെള്ളം, ഉറക്കം, അല്ലെ? ഓക്കെ. ദെൻ അടുത്തതെന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ സുരക്ഷ അല്ലെങ്കിൽ വ്യക്തികളുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഹോമും അറ്റ്മോസ്ഫിയറും. നല്ലൊരു വീട്, അല്ലെ? ഹോം, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ. ദെൻ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിനെസ് ആണ്. സ്നേഹവും അംഗീകാരവും, അല്ലെ? അതായത് ബന്ധങ്ങൾ ഉണ്ടാവുക, റിലേഷൻഷിപ്പ് ഉണ്ടാവുക, കൂട്ടായ്മകൾ ഉണ്ടാവുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ നാലാമത്തേതെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് ആണ്, അല്ലെ? അതായത് എന്താ പറയാ, എസ്റ്റീം നീഡ്സ് എന്ന് പറയും നമ്മള് അംഗീകാരം കിട്ടുക മറ്റുള്ളവരിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റുള്ളവരെ എന്താ പറയാ റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങള്. ലാസ്റ്റ് വൺ ഏറ്റവും മികച്ചതായിട്ട് മാറാനുള്ള ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മള് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്നു എന്നാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് നിറവേറ്റിയാൽ മാത്രമാണ് നമ്മൾക്ക് മറ്റ് നീഡ്സിലേക്ക് കടക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താ പറയാ വീടുണ്ട്, നല്ലൊരു എൻവയൺമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആ കുട്ടിക്ക് കറക്റ്റ് ഭക്ഷണം കൊടുക്കുന്നില്ല. ആ കുട്ടിയുടെ നീഡ് അവിടെ നിറവേറ്റപ്പെടുവോ? നിങ്ങൾ പറയൂ. നീഡ് അവിടെ ഇല്ലല്ലേ? ആദ്യം ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഭക്ഷണവും വെള്ളവും ആണ്. അതിനുശേഷമാണ് ആ കുട്ടിക്ക് താമസിക്കാനുള്ള ഒരു വീടും അതുപോലെ നല്ലൊരു അന്തരീക്ഷവും പിന്നെ സ്നേഹബന്ധങ്ങളും ഉണ്ടാവേണ്ടത്, അല്ലെ? അപ്പൊ ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് നിറവേറ്റിയതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള നീഡ്സിലേക്ക് കുട്ടി കടക്കുന്നത്. ഓക്കെ, പിന്നെ സ്നേഹവും അതുപോലെ സ്നേഹബന്ധങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞു, റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഇത് നിഷേധിക്കപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ വരുന്ന കുട്ടിയാണെങ്കിൽ, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അധ്യാപകൻ കുട്ടിയോട് കാണിച്ചിരിക്കണം. അപ്പൊ വീട്ടിൽ നിന്ന് മാത്രമല്ല കുട്ടിക്ക് സ്നേഹം കിട്ടേണ്ടത്, അല്ലെ? സ്കൂളിൽ നിന്ന് ഇത് ലഭിക്കണം. ഇത്തരത്തിലുള്ള നീഡ്സ് കുട്ടിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ട രീതിയിൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവൻ ആത്മവിശ്വാസം ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവൻ വളരാനായിട്ട് അവന് എളുപ്പത്തിൽ കഴിയും, അല്ലെ? ഇപ്പൊ ഞാനൊരു ഭിക്ഷക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ വ്യക്തി ആരാണ് സപ്പോർട്ട് ചെയ്തത് അവിടെ വളരുന്നതിന് വേണ്ടിയിട്ട്? ആരാ സപ്പോർട്ട് ചെയ്തത്? ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത് ആരാ? മുതലാളി, അല്ലെ? പിന്നീടാണ് അദ്ദേഹത്തിന് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നീട് അദ്ദേഹം പടിപടിയായിട്ട് വളർന്നു വന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണം. അത് ഈവൻ ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, നമ്മൾ പറയാറില്ലേ ഒരു സ്ത്രീയുടെ എന്താ പറയാ ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും, അല്ലെ? കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ടല്ലേ? അത് പുരുഷന്റെ വിജയത്തിൽ മാത്രമല്ല കേട്ടോ, ഒരു സ്ത്രീയുടെ വിജയത്തിലും പുരുഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു സ്ത്രീ നല്ല നിലയിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവള് നിറയെ അച്ചീവ്മെന്റ്സ് ഒക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുരുഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലാണ് ആളുകൾക്ക് വളരാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ മുരടിച്ചാ പോവുക, വളർച്ച ഉണ്ടാവില്ല, അവിടെ സ്റ്റിൽ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആളുകൾക്ക് വളരാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ
എന്താ പറയാ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ പറയാ എല്ലാരും സക്സസ്ഫുൾ ആവുക അല്ലെങ്കിൽ അച്ചീവ് ആവുക, എന്താ പറയാ ഓരോ വ്യക്തിക്കും അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ലാസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റിന് അനുസരിച്ച് കുട്ടിയുടെ കഴിവുകൾ വളർത്തിയെടുക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധയും അംഗീകാരവും ഒക്കെ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് കേട്ടോ. നീഡ് കൺസെപ്റ്റിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നീഡ് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു വേർഡ് ലാസ്റ്റ് പറയുന്നുണ്ട്, അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ എന്നിട്ട് സെഗ്മെന്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. എല്ലാവരും ഓക്കെയാണോ? എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ നീഡ്? ഡിഫിക്കൽട്ട് ആയിരുന്നോ? മിണ്ടുന്നില്ലല്ലോ. അതെ മാം, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ ചാമ്പുള്ളതുമായ ഒരു ചാപ്റ്ററായിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള, ഞാൻ പറഞ്ഞില്ല, എടുക്കുന്നതിൽ വെച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഉണ്ടെന്ന് പറഞ്ഞാല് എബ്രഹാം മാസ്ലോ ഓർത്തിരിക്കുക, ഹെൻറി മുറെ ഓർത്തിരിക്കുക. എല്ലാവരും പറയുന്നത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അതോർത്ത് പേടിക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അത് പറയുക ആദ്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതില് ഈ 5 points വെച്ചിട്ടാവൂലേ മാം എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ? എന്താണ് ഈ ലാസ്റ്റ് എടുത്ത 5 points ഇല്ലേ, മറ്റേ ഹെൻറി ഇത് ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ആ ടേബിള് ആരുടെയൊക്കെയാണെന്ന് ചോദിക്കാനായിട്ട് ഇടയുള്ളൂ. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഈ ഒരു ഹൈറാർക്കി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണെന്ന് അറിയാം ഇല്ലേ? അറിയില്ലേ? അറിയാതെ നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്നെസ്, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ തരത്തിൽ നോക്കി വെക്കുക. പിന്നെ ഹെൻറി മുറയുടെ നീഡ് കൺസെപ്റ്റ് എന്താണ് ഇതിനകത്ത് പറയുന്നത്, അതുപോലെ എബ്രഹാം മാസ്ലോ. എക്സാമ്പിള് ചോദിക്കുകയാണോ ചെയ്യാ? ഇപ്പൊ നീഡ് ഫോർ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഉണ്ടാവുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് കേട്ടോ, അതോർത്ത് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അറിയാലോ അല്ലെ? എന്താണ് ഹെൻറി, ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് പറഞ്ഞുതരോ? ഹെൻറി മുറയാണോ? HENTRY, ഹെൻറി മുറ. HENTRYMURRAY, ഹെൻറി മുറേ. നമുക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോ ഏകദേശം ഒരു രൂപം കിട്ടൂല്ലേ? മോക്ക് ടെസ്റ്റ് ഇടുമ്പോ ഏകദേശം ഒരു രൂപം കിട്ടും. മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അത് മാം അസൈൻമെന്റ് എഴുതുമ്പോ നമുക്ക് ഈ ടേബിള് ഇതാക്കിയിട്ട് എഴുതേണ്ടി വരുമോ? ഇപ്പൊ സൈക്കോളജിക്കൽ നീഡ്സ് അതിന്റെ പിക്ചർ വെച്ചിട്ടോ അങ്ങനെ വല്ലതും അങ്ങനെ അങ്ങനെ വേണ്ട, മൊത്തത്തില് വായിച്ചിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ കേട്ടോ? Ma'am, Dr.
രാധാകൃഷ്ണന്റേത് ഇപ്പൊ പറയാനാണോ അതോ അസൈൻമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണോ? മെൻഷൻ ചെയ്താൽ മതി, അസൈൻമെന്റിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ആ ഓക്കെ. നമ്മള് അടുത്തതിലേക്ക് കിടക്കുന്നത് പാർട്ട് 4 ആണ്. പാർട്ട് 4 എന്ന് പറഞ്ഞാല് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു സ്കൂൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, അതുപോലെ തന്നെ സ്കൂളിന്റെ സ്ട്രക്ചർ എന്താണ്, കുട്ടികളെ എങ്ങനെയാണ് ഡിസിപ്ലിൻ നമ്മൾ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 4 വരുന്നത്. ഓക്കെ, പാർട്ട് 4 യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 10 വരെയാണ് ഉള്ളത്. അതിൽ യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ് ആണ് ഞാനിപ്പോ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും സ്ക്രീനിൽ കാണുന്നില്ലേ? പാർട്ട് 4 യൂണിറ്റ് 1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, അതിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പേജ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ.
ഓക്കെ, സുബിത വായിച്ചോ? സുബിത റീഡ് ചെയ്തായിരുന്നോ? ആ മിസ്. ഈസി ആണോ? എന്താ മിസ് കേട്ടില്ല? ഈസി ആണോ? ഈസി ആണോന്ന്? ആ ഇത് കുഴപ്പമില്ല, വായിക്കുമ്പോ പിന്നെ മനസ്സിലാവുണ്ട്, മറ്റൊക്കെ ഇങ്ങനെ മനസ്സിലായിരുന്നില്ല. ഓക്കെ, അപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? KG സെക്ഷനിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ക്ലാസ് റൂമില് മറ്റേ സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് എപ്പോഴും ക്ലാസ്സിൽ തന്നെ ഫുൾ ടൈം അവര് കുട്ടികളെ കെയർ ചെയ്ത് ക്ലാസ്സിൽ തന്നെ കുട്ടികളോടൊപ്പം കഴിയേണ്ടി വരും. വേറെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് മറ്റേ പിന്നെ മറ്റ് വലിയ സ്റ്റാൻഡേർഡിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ആ പീരീഡിൽ മാത്രം കുട്ടികളെ കെയർ ചെയ്താൽ മതിയാവും. ഈ നമ്മുടെ KG സെക്ഷനിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ടൈം ഫുള്ളും ആ ക്ലാസ്സിൽ കുട്ടികളോടൊപ്പം കഴിയേണ്ട, അവരെ തന്നെ കെയർ ചെയ്ത് അങ്ങനെ കഴിയേണ്ട ഇത് അവർക്ക് ഉള്ളത്. അങ്ങനെയാണ് മിസ്സേ, അങ്ങനെയാണോ മീനിങ്? അങ്ങനെയാണ്, പറഞ്ഞോളൂ. കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. സ്കൂൾ ക്ലാസ് റൂം മാനേജ്മെന്റ്, പിന്നെ ഓഫീസ് മെയിൻ്റെനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻസ്, ഡിസിപ്ലിൻ മെയിൻ്റെനൻസ്, പാർട്ട് ഇൻ ദ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, day-to-day transitions. അത്ര മനസ്സിലാവുന്നുള്ളൂ മിസ്സേ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വേറെ ആരെങ്കിലും? Ma'am, in the present condition, the standard teachers are alleged to be graduate. അത് ഇപ്പോഴത്തെ സാഹചര്യത്തില് ടീച്ചേഴ്സ്, സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ഒക്കെ ഗ്രാജുവേറ്റ് ആണ്. അവർക്ക് മാനേജ്മെന്റിന്റെ ഓഫീസ് വർക്കും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മോറോവർ ദ KG ടീച്ചേഴ്സ് ആർ ടൈറ്റ്ലി, അത് KG ടീച്ചേഴ്സ് എപ്പോഴും അവരുടെ ക്ലാസ്സിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം. അവർക്ക് ചെറിയ കുട്ടികളായ കാരണം അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവർക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ നന്നായി അവർക്ക് മനസ്സിലാവുന്ന വിധത്തില് നന്നായിട്ട് എടുക്കണമല്ലോ, അപ്പൊ കുറെ നേരം വേണം. മറ്റ് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് അവർക്ക് ഓരോ പീരീഡിനനുസരിച്ച് മാറി മാറി വരികയല്ലേ ചെയ്യാം. പീരീഡിൽ അവർക്ക് അധികം KG ടീച്ചേഴ്സിനേക്കാളും ചാർജ് കുറവാണ്. അവർക്ക് മാനേജ്മെന്റിന്റെ കാര്യങ്ങളിൽ അക്കോർഡിംഗ് ടു സബ്ജക്ട് പീരീഡ്സ് ഓൾസോ, അവർക്ക് ഓരോ പീരീഡിനനുസരിച്ച് ഓരോ ക്ലാസ്സിൽ കയറി ആ സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. പിന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, അത് ക്ലാസ് റൂം മാനേജ്മെന്റ്, അതായത് ക്ലാസ് റൂമുകളുടെ നിയന്ത്രണം, പിന്നെ സ്കൂൾ കെട്ടിടത്തിൻ്റെയൊക്കെ പരിസരങ്ങളുടെയൊക്കെ മെയിൻ്റനൻസ്, പിന്നെ ഓഫീസിന്റെ മെയിൻ്റനൻസ്, പിന്നെ കുട്ടികളെ ക്യാൻവാസ് ചെയ്തിട്ട് പ്രൊപ്പഗൻഡസ്, ഇത് ക്യാൻവാസ് ചെയ്ത് കുട്ടികളെ തന്നെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരില്ലേ, അതേപോലെ. പിന്നെ ഡിസിപ്ലിൻ, സ്കൂളിന്റെ ഡിസിപ്ലിൻ നടത്തേണ്ടത്, പിന്നെ ഫങ്ഷനും മീറ്റിംഗ് ഒക്കെ പങ്കാളിത്തം അത് ചെയ്യണം. പിന്നെ ആളുകളായിട്ട് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ അത് ചെയ്യണം. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ചെയ്യേണ്ടി വരും. KG ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിലെ കാര്യങ്ങൾ, അവർക്ക് അനുവദിച്ച ക്ലാസ്സിലത്തെ കാര്യങ്ങൾ മാത്രം കുട്ടികളെ കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നാകും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്.
ഓക്കെ. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇൻ ദ പ്രസന്റ് കണ്ടീഷൻ ദ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ആർ അലിഗേറ്റ് ടു ബി ഗ്രാജുവേറ്റ്സ് സോ ദ മാനേജ്മെന്റ് അറേഞ്ച് ദം ടു ഡു ഓഫീസ് വർക്ക് ഓൾസോ. ഇന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഗ്രാജുവേറ്റ് ആണ് അല്ലെ? ആണോ? ബിരുദധാരികളാണോ? ഗ്രാജുവേറ്റ്സ് ആണോ? യെസ് മാം. എല്ലാവരും തന്നെ ഡിഗ്രി ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? അപ്പോ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ എന്താണ് ഇപ്പൊ ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അവരെ വെയിറ്റ് ചെയ്യുന്നു എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ മാനേജ്മെന്റ് അവരെ വെയിറ്റ് ചെയ്യുന്നേ? ഓഫീസ് ജോലികൾ കൊടുക്കാനായിട്ട്, സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഓഫീസ് വർക്കുകൾ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഒരുവിധ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാനും എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. അപ്പൊ ഓഫീസ് വർക്കുകളൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് മാനേജ്മെന്റ് അവരെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ KG ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ക്ലാസ്സുമായിട്ട് കൂടുതൽ എൻഗേജ്ഡ് ആണ്. അവർക്ക് ടൈം ഇല്ല അല്ലെ? ഇപ്പൊ ഒരു LKG പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്കും 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? എന്താ വ്യത്യാസം? ഡിഫറൻസ് എന്താ അവരുടെ? കുട്ടികളുടെ സുരക്ഷ കൂടുതൽ നോക്കേണ്ടി വരും KG ടീച്ചേഴ്സിന്. പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്വം KG ടീച്ചേഴ്സിനാണ്. കുട്ടികള് ക്ലാസ് വിട്ടാലും അവര് വാഹനങ്ങളിലൊക്കെ കയറിയോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഫുഡ് കഴിക്കുമ്പോ അതിനെ പറ്റി ശ്രദ്ധിക്കണം. ടോയ്ലറ്റിൽ പോകുമ്പോ അത് ശ്രദ്ധിക്കണം. അങ്ങനെ കൊറേ ഇതുണ്ട്. അതെ, അതായത് ഒരു നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ സംബന്ധിച്ച് കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് എപ്പോഴും അവരുടെ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിരിക്കുള്ളൂ. എപ്പോഴും അവർക്ക് ക്ലാസ്സിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടാവും അല്ലെ? കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ അവരവരുടെ വാഹനത്തിൽ കയറ്റി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമാണ് അവർക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് റൈറ്റ്സ് ഉള്ളൂ അല്ലെ? എന്നാൽ ഒരു 8ാം ക്ലാസ്സിൽ, ഒരു 10ാം ക്ലാസ്സിൽ, ഒരു +2 പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണ്ട? ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല അല്ലെ? അവർക്ക് അവരുടെ ആ ഒരു പീരീഡ് ആകുമ്പോൾ, അവരുടെ ഒരു സമയത്താണ് അവരുടെ ക്ലാസ്, ഏതാണ് ക്ലാസ്, ഏതാണ് ടോപ്പിക്, അതനുസരിച്ച് അവർ ആ ക്ലാസ്സിൽ ചെയ്യുന്നു. ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നു. പീരീഡ് കഴിയുമ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് പോകുന്നു. ഇനി സ്കൂൾ വിട്ട് കഴിഞ്ഞാലും സ്കൂള് വിടുന്ന, അതായത് സ്കൂൾ ലാസ്റ്റ് ബെല്ലടിക്കുന്ന ആ സമയത്ത് കുട്ടികളോടൊപ്പം തന്നെ ആർക്കും പോകാം? ടീച്ചേഴ്സിനും പോകാം, പോകാനായിട്ട് സാധിക്കും. പക്ഷെ KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. A big thanks to Ashwati ma'am and my dear friends to join here. Today ma'am taught us deficit needs and growth needs. The deficit needs are our psychological needs like hunger and thirst, and in growth needs only one need is self-acquisition. And mom also started a new lesson, that is school management. Hope we can understanding the portion with great interest. Once again, thanks to Ashwati ma'am and my friends. See you all again in the next session. Thank you ma'am. Okay, thank you so much. Next ക്ലാസ്സിൽ കാണാം കേട്ടോ. അസൈൻമെന്റ് ടോപ്പിക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇന്ന് കൊടുക്കില്ല, ചിലപ്പോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും കൊടുക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് കൊടുത്തേക്കാം. മോക്ക് ടെസ്റ്റ് നീഡ്സിന്റെ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.